എങ്ങടെ പോണേ മീ? എന്തിനു ലേറ്റ് ഇടണേ? വീഴണ്ടാട്ടാ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ നോമ്പിനൊക്കെ മുമ്പായിട്ടുള്ളൊരു വെള്ളിയാഴ്ച എടുത്ത വ്ളോഗായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നേരം വഴിക്ക് ഞാനും ഇപ്പോൾ എണീറ്റിട്ട് അങ്ങനെ കളിച്ചോണ്ടിരിക്കായി പോയി. ഹായ് വേണ്ട, ഇതാര് വെച്ചെന്നേ? ആര് വെച്ചെന്നേ? എമിയേ ഹായ് ബുഷ, ആര് വെച്ചെന്നേ? ആര് മേടിച്ചെന്നേ? അങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ പിന്നെ നേരം വൈകിട്ടില്ല എണീക്കുക. ഡ്യൂട്ടിക്ക് ആകെ ലീവ് കിട്ടുന്ന ദിവസമല്ലേ. അങ്ങനെ പരമാവധി നേരം വൈകി എണീറ്റ് ഐബൂനായിട്ട് കുറച്ച് നേരമൊക്കെ അവൻ എണീറ്റേണ്ടി കളിച്ചതിന് ശേഷമാണ് ഇതാ ഞാൻ പല്ലേക്കാൻ പോണിട്ടാ. അവിടെ ഇരുന്ന് കുറേ നേരം ഐബൂനായിട്ട് കളിച്ച് ഫോണൊക്കെ തോണ്ടിയിരുന്ന് മിക്ക വെള്ളിയാഴ്ച ഇങ്ങനെയാണ് ഉണ്ടാവാറ്. എന്നിട്ടാണ് ഞാൻ പല്ലേക്കലും കാര്യങ്ങൾക്കും പോവാം. കുളിക്കാൻ വെച്ചോളാം, ഞാൻ കുളിക്കാൻ പോവാ. അങ്ങനെ ഞാൻ കുളിക്കാൻ അയച്ചു. കുളിച്ചിട്ടൊക്കെ ഭക്ഷണമൊക്കെ അയച്ചിട്ടാ പരമാവധി നേരം വൈകിക്കണം. അപ്പം ഇനി കുളിക്കാനും കൂടി നേരം വൈകണ്ടായി അയച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വെള്ളിയാഴ്ച നമുക്ക് ലീവുള്ള ദിവസമേ നല്ല കുളിയൊക്കെ പാസ്സാക്കി വരുമ്പോൾ ഇങ്ങനെ ഉമ്മയുടെ നല്ല ഫുഡൊക്കെ കിട്ടുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. നല്ല ഉമ്മ ബട്ടൂറയും ബട്ടർ ചിക്കനൊക്കെ എണീറ്റിട്ട് ഉമ്മ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് വന്ന് കഴിഞ്ഞ തന്നെ അത് മീൻ പിടിക്കാമെന്ന് പറഞ്ഞ പോലെ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അതൊക്കെ തിന്ന് കുറച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സുഖം ഉണ്ടല്ലോ, വേറെ ലെവലാണ്. അങ്ങനെ അവിടെ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്ന് പിന്നെ ഞങ്ങളിതാ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ അപ്ലോഡ് ചെയ്ത് മിക്കതും ഞാൻ നോമ്പിൻ്റെ തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ തോന്നണത്. സമയം കിട്ടിയില്ല, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് തിരക്കിലായി പോയി. അങ്ങനെ ആയിട്ട് അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഒക്കെ ഇതുപോലെ ഫിഷ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത് പോയി, പക്ഷേ കിട്ടിയില്ല. നമ്മളെപ്പോൾ പുറത്തിറങ്ങുമ്പോഴും 1-1:45 മണിയാവും ഹോട്ടലിലെത്തുമ്പോൾ. പിന്നെ ഫിഷ് ബിരിയാണി കഴിയും, അതുപോലെ തന്നെ ഈ സദ്യ ഫിഷ് ഫ്രൈ അതൊക്കെ കഴിയും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ഇറങ്ങി എന്തായാലും ഫിഷ് ബിരിയാണി കഴിക്കണം എന്നുള്ള മട്ട് വെച്ചിട്ടാണ്. കാരണം ഇനിയിപ്പോൾ നോമ്പാണ്, ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ സേവരിക്ക പോയിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോട്ടലാണ്. ഇപ്പോൾ ഞങ്ങൾ കറൻറ്റ് ഫേവറേറ്റ് ഹോട്ടലാണ്. മിക്കതും നമ്മൾ രാത്രിയായാലും ഉച്ചക്കായാലും വരുന്ന ഹോട്ടലാണ്. മുമ്പ് റിക്സ് എന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടേക്ക് പോയിരുന്നു. ഇപ്പോൾ അത് പൂട്ടിയോണ്ട് പിന്നെ മിക്കത് ഇവിടുത്തെ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ ടേസ്റ്റ്. പോകാത്തവരുണ്ടെങ്കിൽ പോയൊക്കെ ചിലവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊരു ഹോട്ടലിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേന് എത്തിയപ്പോൾ ഫിഷ് ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്നെ സമാധാനം, എന്നെത്തുമ്പോഴും ഒന്നും ഉണ്ടാവാറില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ജാസി. അപ്പോൾ നമ്മളിന്ന് ജാസിയുടെ 1200 റിയാൽ കിട്ടിയിട്ട് 1000 റിയാൽ ചിലവാക്കാനുള്ള ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 1000 റിയാലിൽ ഒരു 500 റിയാൽ ഈ ഹോട്ടലിൽ വെച്ച് നമ്മൾ ചിലവാക്കും. അത് ഞങ്ങളങ്ങനെ കാര്യമായി ഓർഡർ ചെയ്ത് കേട്ടാ. ബീഫ് ബിരിയാണി, മൈക്കൂർ ബിരിയാണി, ചെമ്മീൻ തവ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത്. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പുറത്ത് പോക്കും കഴിക്കലൊക്കെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ കുറേ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ തോന്നിയിട്ടിരിക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഓർഡർ ചെയ്തു. ഇതിൻ്റെ റൈസ് വേറെ ടേസ്റ്റ് ആയിരിക്കും. മീനല്ലേ? ഫിഷിൻ്റെ റൈസിന് നല്ല ടേസ്റ്റ്. നല്ല ചെമ്മീൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ടൂ മച്ച് സ്പൈസി, ഭയങ്കര സ്പൈസി. തവ ഫ്രൈ അവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം വിചാരിച്ചാൽ നല്ല സ്പൈസി എന്ന് പറഞ്ഞാൽ ഓവർ സ്പൈസ്. നമ്മൾ മസാല അധികം കൂട്ടാതെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഐക്കൂറ ബിരിയാണി കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു കിട്ടാം. വേറെ ലെവൽ ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. റൈസും ആയാലും മസാല ആയാലും നല്ല അടിപൊളി. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ ഒരു സമാധാനമായി. കുറേ ആയിട്ട് ഇങ്ങനെ 2-3 ഫ്രൈഡേ ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കിട്ടിയില്ല. അപ്പോൾ അത് കഴിച്ചങ്ങനെ നമ്മൾ വിചാരിച്ച സാധനം കുറേ ആയിട്ട് വിചാരിച്ച സാധനം കഴിച്ചപ്പോഴൊരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഖത്താറേ പോകട്ടെ. കാരണം ഉമ്മാനായിട്ട് ഉമ്മ വന്നതിന് ശേഷം ഓരോ
ഫ്രൈഡേ ഒക്കെ ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയും ചെയ്യാം. ഖത്താറൊക്കെ പോയിട്ടുണ്ടെന്നില്ല. പിന്നെ മാത്രമല്ല ഖത്താറിൽ ഇപ്പോൾ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഇപ്പം എന്നാൽ ആ പരിപാടി നടക്കണത്തും പോവാം, പിന്നെ ഖത്താറൊന്ന് മുഴുവൻ കാണാമെന്നൊക്കെ വിചാരിച്ച് പോയിട്ടാ. അപ്പം ഇത് എഗ്രിടെക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം പരിപാടി നടന്നിരുന്നില്ലേ, ഒരു 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിക്കായിട്ട് പോയിട്ടോ, അയ്യോ പാർക്കിംഗ് കിട്ടാണ്ട് തിരിഞ്ഞ് എന്തൊരു തിരക്കായിരുന്നു അറിയോ, അടിപൊളി തിരക്കായിരുന്നു. പാർക്കിങ്ങിന് കുറേ അലഞ്ഞേക്കണേ. നല്ല രസമല്ലേ, വലിയ ചൂട്. ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ നല്ല ഫ്ലവർ ഷോ പോലെ നടക്കുന്നുണ്ട്. എന്ത് രസമായിരുന്നു കാണാമെന്നറിയോ, വെൽ അറേഞ്ച്ഡായിട്ട് നല്ല നീറ്റും കൂടെ ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിങ്ങനെ കുറേ സ്റ്റോളുകൾ അവിടെ എങ്ങനെയാ വെച്ചാൽ അവർ സെറ്റ് പോലെ ഇട്ടിട്ട് കുറേ സ്റ്റോളുകൾ ഫ്ലവർ ഷോ, അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ ധാന്യങ്ങളും കാര്യങ്ങളും അതുപോലെ വലിയ എഗ്ഗൊക്കെ വെച്ചേക്കുന്നുണ്ട്, രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടമായത് നമ്മൾ വെജിറ്റബിൾസിൻ്റെ നല്ലപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കണ്ട തക്കാളിയൊക്കെ വെച്ചേക്കണം. അങ്ങനെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ അവിടെ, കുറേ നടക്കാനുണ്ട്, നടന്നിങ്ങനെ കാണാനുള്ളതുണ്ട്. ഫുള്ള് ചിമ്മിനികളാ എന്താ അതാ അങ്ങനെ ഫിഷിനൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പോയത് വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റിൽ കേട്ടോ. കുറേ ഉണ്ടത്, അതും ഫ്രഷ് ആയിട്ട് നമ്മളെ ഇതൊന്നും അടിക്കാണ്ട് അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾസ്. പിന്നെ ഐബുവിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങളുണ്ട്. എന്നിട്ട് ഈ ഗോട്ട്, ഷീപ്പ് അങ്ങനത്തെ ഒക്കെ കുറേ ഏരിയ ഉണ്ട്. അതായത് എനിമൽസിൻ്റെ ഏരിയ ഉണ്ട്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ ആയിട്ട് ഇവർ സെറ്റ് ഇട്ടിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് ഇനി എനിമൽസിൻ്റെ ഏരിയക്ക് നമുക്ക് പോയേക്കാം. എന്താ പാമ്പ്, എന്താ പാമ്പ് ഇതിട്ടല്ലേ യൂട്യൂബ് അല്ല ഇന്നലെ ക്ലിയർ ഇല്ല. നല്ല ക്രൗഡോട് ഉണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തലേദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മിസ് ചെയ്തു. അടിപൊളി പരിപാടിയായിരുന്നേ. ഞങ്ങൾക്ക് അവരെ പാമ്പിന്റെ തലയിലെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ മുതലേ മുതൽ വന്നിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഏരിയ ഇരുന്നിട്ട് നമ്മളവിടെ ബീച്ചിനോട് അടുപ്പിച്ചിട്ട് അവരൊരു മാർക്കറ്റ് പോലെ സെറ്റിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടോ, അത് നല്ല രസമുണ്ടെന്ന് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടമായി. അതുമാത്രമല്ല ഭയങ്കര ക്രൗഡഡ് ആയിരുന്നിട്ട് അവിടെ. നമ്മൾ പോയന്ന് ഇത്രയും ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എനിമൽസിൻ്റെ അവിടെ ഒന്നും വിശദീകരിച്ചിരുന്ന് കാണാൻ പറ്റുന്നില്ല. കാരണം പാമ്പിനൊക്കെ കഴുത്തിൽ കൂടി ഇടണ്ടുണ്ടായിരുന്നു ഇത്ര. പക്ഷേ അത് അന്ന് തിരക്കായതുകൊണ്ട് അവർ അന്നത് സ്റ്റോപ്പ് ആക്കിയിരിക്കുന്നു. ശ്യാമയൊക്കെ അത് വിചാരിച്ചിട്ട് വന്നത്, ഐബൂന് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടേ. ഞാൻ ആ പറഞ്ഞ മാർക്കറ്റിൽ എന്താ വെച്ചാൽ നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ സ്റ്റോളുകൾ, അതുപോലെ തന്നെ തേനിൻ്റെ സ്റ്റോളുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഈത്തപ്പഴം തേനുകളും. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കാണുമ്പോൾ ഒന്ന് മേടിച്ച് നോക്കാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ടാ. അധികം നമ്മൾ സാധാ മേടിക്കണ റേറ്റ് വലിയ കൂടുതലൊന്നുമില്ല, നോർമൽ റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മേടിക്കാൻ വെച്ച് മേടിച്ച്. പിന്നെ ഫുഡ് കോർട്ടിലൊക്കെ സ്പാഷ് മീ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഭയങ്കര തിരക്ക്, എല്ലാവരും അതിൽ ക്യൂല് തന്നെ. അപ്പോൾ നമ്മളും പോയി നോക്കി, എന്നിട്ട് ലോഡ് ഓഫ് ഫ്രൈസും മൊജിറ്റൊക്കെ ഓർഡർ ചെയ്ത്.
അങ്ങനെ കാത്ത് നിന്നിട്ട് നല്ല തിരക്കുണ്ട്. നിന്നിട്ട് അവിടെ കുറേ തിരക്കുണ്ട്. അങ്ങനെ ലോഡ് ഫ്രൈസും മുച്ചിട്ടൊക്കെ വന്ന് ലോഡ് ഫ്രൈസ് വേറൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് 2-3 വട്ടം കഴിച്ചനാട്ടി വേറൊരു ടേസ്റ്റ്. എനിക്ക് കമ്പാരിറ്റീവ്ലി ഇത് ഇഷ്ടമായി. ഇത് കുറച്ച് ബ്രാൻഡഡ് ഷോപ്പാന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇത്ര അധികം ആൾക്കാർ തോന്നുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിക്കണം. എന്നിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ ടാറ്റ ബബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നല്ല അടിപൊളി പരിപാടി ആയിരുന്നു. പക്ഷേ ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാതും കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കവർ ചെയ്യാൻ പറ്റില്ല. ഈ അതിനെക്കൊണ്ട് എന്തോ സാധനം കഴുത്തിലിരുന്നത് അത് വിചാരിച്ചിട്ട് വന്നത് ഐബുനെക്കൊണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പോസിബിൾ ആയില്ല. അവർ പറഞ്ഞത് ഫ്രൈഡേ ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്ത് അത്രയും തിരക്കായതുകൊണ്ട്. പിന്നെ രസം ഇത് കാണാം, ഫ്ലവർ ഷോ ആയാലും എല്ലാതും ആയാലും അടിപൊളിയായിരുന്നു. അങ്ങനെ അന്നത്തെ പരിപാടി അങ്ങോട്ട് അവസാനിച്ചിട്ടാണ്. പിന്നെ ഇതിലുള്ളത് ഞങ്ങൾ വേറൊരു ദിവസം നമ്മൾ എന്തായിരുന്നു ഓർമ്മയില്ല, ലീവുള്ളപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കസിൻസും എല്ലാവരും കൂടിയിട്ട് നമ്മൾ അൽക്കൂർ സൂക്ക് പോയൊക്കെയായിരുന്നു കേട്ടോ. അതാ ഞാൻ എത്ര വട്ടം അൽക്കൂർ സൂക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവിടെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് നിൽക്കുക. എന്താ സംഭവം എന്നല്ല, എനിക്ക് തോന്നുന്നത് പെരുന്നാളിന് നോമ്പൊക്കെ ആവാറായി തുടങ്ങിയില്ല വെച്ചിട്ട് എല്ലാവരും ഈ സ്ഥലങ്ങൾ കണ്ട് തീർക്കാൻ വെച്ച് പുറത്തിറങ്ങണോണ്ടാണോ എന്താണെന്നറിയില്ല, അടിപൊളിയായിട്ട് നല്ല തിരക്കുണ്ടെന്ന്. അപ്പം നമ്മളും അങ്ങനെ അവിടെ പോയിട്ട് കാണിച്ചെങ്കിൽ എനിമൽസിന് ഐബൂന് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഉമ്മയാണ് സൂനിയും കൊണ്ടുപോയിട്ടില്ല. അപ്പം പിന്നെ അത് വിചാരിച്ചിട്ട് പോയതാണ്. കുട്ടാ കണ്ട സാധനം കണ്ടില്ല. മൃഗങ്ങളെ കടിച്ച് മരത്തുമ്പോ ഹലോ തന്തേ വൈറ്റ് ടൈഗറെ വിളിക്ക്. ഇത് ഷാമയൊക്കെ ഓഫീസിലേക്ക് ഇടാൻ വേണ്ടി മേടിച്ചൊരു കോഡ് സെറ്റ് ആയിരുന്നു, ഓഫീസ് വെയർ പോലെ. അപ്പം ഞാനിത് ഇങ്ങോട്ട് ഇടട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഷാമയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടേക്ക് കേട്ടാ. അത് കഴിച്ചേ നോക്കട്ടെ പിന്നെ ആരും നോക്കില്ല. അവന് കുറേ ഷർട്ടൊന്നും ഇടാത്തോണ്ടെങ്കിൽ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടപ്പോൾ വലിയ ചെക്കനായ പോലെ തോന്നി നിൽക്കുന്നത്. നല്ല ഇഷ്ടമായി ഡ്രസ്സ് അവൻ്റെ. അതിനൊരു ഫോട്ടോ എടുക്കണം, എത്രയും നോക്കി കിട്ടിയില്ല. പിന്നെ അവിടെ ഒരു ബിയറിൻ്റെ ഇത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണിട്ട് അൽക്കോറിൽ നല്ല രസമുണ്ട്. ഒരു തൊടിയൻ അടിപൊളിയായിട്ടുള്ള ബിയർ. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട ഒരു ഏരിയയിലായിട്ടുണ്ട്. എന്നിട്ട് ഇത് പുതിയതായിരുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ഇപ്രാവശ്യം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാണ്ട് നമ്മൾ ഫുഡ് മേടിച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇവിടെ ഈ പാർക്കിൽ ഇരുന്നിട്ട് കഴിക്കുക വെച്ചാൽ അതൊരു വേറൊരു വൈബിൾ. നമ്മൾ എപ്പോഴും വിചാരിക്കും അങ്ങനെ കഴിക്കുന്നത്, പക്ഷേ ഇതുവരെ അങ്ങനെ പോസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഇതൊക്കെ തുറന്നിട്ടുണ്ടെന്ന് തുണിയൊക്കെ കൊടുന്നിട്ട് അതൊക്കെ വിരിച്ച് നമ്മൾ ഫുഡൊക്കെ എല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇതാക്കിയൊക്കെ. അപ്പോൾ നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടെന്ന്, അതുപോലെ പൊതിച്ചോറ് മേടിച്ചിട്ടുണ്ടെന്ന്, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊതിച്ചോറ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ മേടിച്ചായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റും നല്ലൊരു പ്രകൃതിമായ സൗത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലായിട്ട് ഞങ്ങൾ പറഞ്ഞു നോമ്പിന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാർക്കിൽ പോയി കഴിക്കണം അങ്ങനെ വിചാരിക്കേണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എന്ന് ഹോട്ടലിൽ കഴിക്കണായിട്ട് വേറൊരു വെറൈറ്റി ആയിരുന്നു. മീൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പരിപ്പ് പായസം കിട്ടിയിരിക്കുകയാണെങ്കിൽ പരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് പായസം ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ മധുരം കുറച്ച് കുറവായിരുന്നു. കുമ്മാടെ പരിപ്പ് പായസത്തിൻ്റെ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടെ സൂവിൽ ഓരോ ഏരിയയിൽ ഇതുപോലെ കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ഭക്ഷണം കൊണ്ടുവന്നിരുന്ന് കഴിക്കേണ്ടിരുന്നിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടെ ഇവിടെ നമ്മളെ പോലെ തന്നെ. ഞാൻ മുമ്പ് വന്നിട്ടൊന്നും ഇത്ര മൈൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ള മയിലിലേക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഏരിയയിലേക്ക് ഇഷ്ടം ഈ എനിമൽസിനായിട്ട്. എനിമൽസ് ഒരു സിം ഇതൊക്കെ ഒരു ചത്ത പോലെ നേരെ ഇപ്പോൾ ഒരു ഉഷാറിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഏരിയ എനിക്ക് ഇഷ്ടം, ഈ മയിലും ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നേരണ്ട് തിരിഞ്ഞിക്കണ്.
പിന്നെ നമ്മൾ കുറേ നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞപ്പൂവൊക്കെ വെച്ചുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അവിടെ പോയിട്ട് ഇവിടെ കുറേ ഉണ്ടല്ലോ, സൂക്ക് പോയി ഒരു ലോകമാണല്ലോ ഇത്. അവരത് കടിച്ചു മുടിച്ച് തിന്നൂലേ? ആടെ വിളിക്ക്, ആടെ വിളിക്ക്, തിന്നു പറയും. ആ ഓക്കേ. ഞാൻ ആന വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റൊന്ന് ആന നേപ്പാളിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ സൂല് ആന ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ആന വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് വന്നിട്ടോ. നല്ല 2 കുഞ്ഞ് ആനകൾ. അപ്പോൾ അതിനെ ഒരാളിങ്ങനെ ഓരോ സർക്കസ് കാട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ ചെയ്യിപ്പിക്കുകയായിരുന്നു അയാളെ കൊണ്ട്. എനിക്ക് അവിടൊക്കെ നോക്കാള്. ഒരു അടി കൊടുത്തോ. ഡയലോഗ് അടിക്കുകയാണോ ഐബുനെ? എനിമൽസിൻ്റെ ഭാഗത്ത് പോയ ഐബുവിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് അവരെ ഫീഡ് ചെയ്യുക. അവർക്ക് ഈ പുല്ലൊക്കെ കൊടുത്ത് അതെന്താണോ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. എപ്പോൾ പോയാലും അവിടുന്ന് പുല്ല് പറിച്ചിട്ട് ഇങ്ങനെ കൊടുപ്പിക്കണം. അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് അയ്യോ കൊടുത്ത് ഇഞ്ഞും വേണം വേണ്ടിയിട്ട് കരഞ്ഞ് പൊളിച്ചിട്ട് കൊടുന്നേക്കണേ. ഇവനക്ക് എന്താണ് ഈ എനിമൽസിനോട് ഭയങ്കര ചെറുപ്പം മുതലേ അങ്ങനെ കേട്ടോ. വീട്ടിൽ കളിക്കണതായാലും എത്രേ എനിമൽസാണ്. എനിമൽസിനോട് ഭയങ്കര ക്രേസ് അവനക്ക്. അങ്ങനെ സ്ഥലത്ത് പോയാൽ നല്ല കുട്ടിയായിരിക്കും. എന്നിട്ട് അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും ടീ എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ട് സ്പൈറൽ പൊട്ടാറ്റോ മേടിച്ചിട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ നാട്ടിനായിട്ട് കുറച്ചും കൂടി അത്ര അങ്ങോട്ട് മുരിയാത്ത നാട്ടിൽ നല്ല മുരിഞ്ഞിട്ട് ഇവിടെ അത്ര അങ്ങോട്ട് അവർ മുരിയിപ്പിക്കണില്ല. അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെ തിന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ഉമ്മാക്ക് കൊടുക്ക്. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു, സൂം കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ പുറത്ത് പോക്കൊക്കെ കണക്കല്ലേ, കാരണം നോമ്പൊക്കെ ആയില്ലേ. ഇനി പുറത്ത് പോലും. അപ്പോൾ അതിൻ്റെ മുമ്പ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പുറത്ത് പോയതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് നോമ്പിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഞാൻ ഫസ്റ്റ് റമളാൻ്റെ വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത വ്ളോഗിലായിട്ട് കാണാം. പിന്നെ ജോലിയൊക്കെ ആയതുകൊണ്ടാണ് ഈ വ്ളോഗ് ഇടാനൊക്കെ പണ്ടത്തെ പോലെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.